ഹലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെ മോർണിംഗ് റൊട്ടീൻ എന്ന് തന്നെ പറയാം. നമ്മുടെ ഒരു വീട്ടമ്മമാരുടെ ഒരു മോർണിംഗ് റൊട്ടീൻ ഏകദേശം ഇതേപോലെ ആയിരിക്കൂലേ. അപ്പോൾ എൻ്റെ ഒരു ജസ്റ്റ് രാവിലെകൾ ഇതേപോലെയാണ് കേട്ടോ. ഞാനൊരു 5:30 5:45 അലാറം വെക്കും. 5:30 സ്റ്റാർട്ട് ചെയ്യും അലാറം വെക്കാൻ. 5:30 5:40 5:45 അങ്ങനെ വെക്കൂട്ടെ. എന്നാലേ നമുക്കൊരു 6 മണിക്കെങ്കിലും എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. ഇന്നാണെങ്കിൽ നീനുട്ടിക്ക് 7 മണിക്കായിരുന്നു കേട്ടോ ഡ്യൂട്ടി. അപ്പോൾ അതുകൊണ്ട് 6:30 വണ്ടി വരുവോളെ ഹോസ്റ്റലിൽ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓരോ കുട്ടികളൊക്കെ അവിടുന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം നമുക്ക് ഒക്കെ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 5:45 എണീക്കും. അപ്പോൾ അവിടെ എത്തിയിട്ടോ മേക്കപ്പും കാര്യങ്ങളും ഡ്രസ്സ് മാറ്റാം, യൂണിഫോമൊക്കെ മാറ്റാം. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ കഴുകി പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 5:45 എണീറ്റാൽ മതി. അപ്പോൾ ഓളെ വിളിക്കണം, അതിന് 5:40 അലാറം വെക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് കണ്ണ് മാളാനൊന്നും നേരമല്ല. ഇതുമൂന്ന് 6:30 മദ്രസ. അപ്പോൾ അതുകൊണ്ട് ഓളെ വിളിച്ചുകൊണ്ടിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഓളെ പിന്നെ പറഞ്ഞയക്കുന്ന ഒരു തിരക്കാവും. ഇതുമൂന്നെ ഓളെ ബാത്റൂമൊക്കെ പറഞ്ഞേക്കണം. കണ്ണങ്ങോട്ട് തുറക്കൂല കുട്ടി. ഓളൊക്കെ റെഡിയാക്കി പറഞ്ഞേക്കും മഫ്തിയും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി ഓളെ പറഞ്ഞയച്ചതിന് ശേഷം പിന്നെ തൊട്ട് പിന്നാലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് പോകാനാവും കേട്ടോ. അപ്പോൾ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് അപ്പം തന്നെ ഇറങ്ങും. അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല, ഭയങ്കര ഒരു തിരക്കായിരിക്കും ആ ടൈമിൽ. പിന്നെ ഇതുമ്മുൻ്റെ ഒരു മാറ്റിൻ്റെയും പറഞ്ഞേക്കലൊക്കെ കൂടുതൽ തിരക്കായിരിക്കും. അപ്പോൾ മൂപ്പര് തന്നെ ആ സമയത്ത് ഞാൻ ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ കൊടുക്കൂട്ടോ. പക്ഷെ അധികം കട്ടൻ ചായ മാത്രമേ കൊടുക്കുള്ളൂ. ചിലപ്പോൾ ചുടുവെള്ളം കുടിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ആ ഒരു ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ കട്ടൻ ചായയൊക്കെ കുടിക്കും. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കുടിച്ച് മൂപ്പര് ഇതുമൂര് പിന്നാലെ തന്നെ പോകും. പിന്നെ ആ ഒരു സമയം നമുക്കൊരു 8:30 വരെ കുറച്ച് നേരം നമുക്ക് ഫ്രീ ആണ്. എന്നാലും ഇതുമ്പോൾ വരുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ആ സമയം ഞാൻ വെറുതെ പുറത്തേക്ക് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കുന്തം പോലെ നിൽക്കും. ഒരു 10 മിനിറ്റ് നമുക്കും വേണ്ടേ ഒരു പ്രൈവസി കാര്യങ്ങളൊക്കെ, നമുക്ക് നമ്മുടേതായിട്ടൊരു ടൈം വേണ്ടേ. കുന്തം പോലെ കുറച്ച് നേരമൊക്കെ നിന്നതിന് ശേഷമാണ് ഞാൻ മുറ്റടിച്ച് തരാനൊക്കെ ഇറങ്ങിയത് കേട്ടോ. ഞാൻ എന്നും ഒന്നും മുറ്റടിച്ച് തരാറില്ല, 2 ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്യാറുള്ളൂ. കാരണം അധികം ഒന്നുമില്ല, കച്ചറ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആകെപ്പെടുത്ത പ്രശ്നം എന്താ വെച്ചാൽ മുറ്റത്ത് ചെറുതായിട്ട് പുല്ലൊക്കെ മഴ പെയ്താൽ ഉണ്ടാവുന്നതാണ്. പുല്ല് നന്നായിട്ട് മുളക്കും കേട്ടോ. നമ്മളവിടെ ഈ ഒരു ഭാഗം പുഴ അടുത്തായതുകൊണ്ട് തന്നെ മണ്ണൊക്കെ പുഴൻ്റെ ഒരു കരുവാണ് കേട്ടോ. ആ ഒരു സംഭവമാണ്. നമ്മളെ കിണറത്തെ അവസ്ഥ അറിയുക. പുഴയിൽ വെള്ളം പൊന്തി കഴിഞ്ഞാൽ നമുക്ക് കിണറിൽ വെള്ളം പൊന്തും, നന്നായിട്ട് പൊന്തും. പുഴയിൽ വെള്ളം കയറുന്നതിനനുസരിച്ച് നമ്മൾ കിണറിൽ വെള്ളം നിറഞ്ഞു വരും കേട്ടോ. അതേപോലെ തന്നെ പുഴയിൽ നിന്ന് വെള്ളം കണ്ട് ഇറങ്ങിയാൽ കിണറത്തെ വെള്ളം അങ്ങനെ കണ്ട് ഇറങ്ങി പോവുകയും ചെയ്യും. അപ്പോൾ പുഴൻ്റെ അതേ ഒരു നിരപ്പും സംഭവമൊക്കെയാണ് നമ്മുടെ കിണറും. അപ്പോൾ അത് ആ പുഴൻ്റെയൊക്കെ ഒരു മണ്ണും കാര്യങ്ങളും ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മഴ പെയ്ത് വെള്ളമൊക്കെ ഒന്ന് ആകുമ്പോഴേക്കും തന്നെ പുല്ല് നന്നായിട്ട് മുളക്കും. അപ്പോൾ ഈ സംഭവത്താവുമ്പോൾ നനവൊക്കെ ആകുമ്പോൾ പറിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ചിപ്സ് ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ ഇട്ടിക്കണ മുറ്റത്ത്, അതിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ നുള്ളിയിട്ടിട്ടേ ഉള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മുറ്റടിച്ചു വാരി, നമുക്ക് ഇടയ്ക്കൊന്ന് ചെയ്യാൻ മോശമാണല്ലോ അല്ലേ. അങ്ങനെ അവിടെ ഒന്ന് അടിച്ചു വാരി ഇട്ട് മുൻഭാഗം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ സിറ്റ് ഔട്ടും കൂടി ഒന്ന് വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ. അത് അവിടെയും കൂടെ ഇത് പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ സിറ്റ് ഔട്ട് രാവിലത്തെ ഒരു റൊട്ടീനാണ് കേട്ടോ. സിറ്റ് ഔട്ടാണ് വൃത്തിയാക്കിയിട്ട് നമ്മൾ കിച്ചണിക്ക് കയറാറുള്ളൂ. അധികം എന്തെങ്കിലുമൊക്കെ ഒരു തിരക്കുണ്ടെങ്കിൽ മാത്രം നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് നാശാല കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ഒരു കുപ്പി വെക്കാറാണ് കേട്ടോ. അപ്പം അന്ന് നമുക്ക് ഫസ്റ്റത്തെ ഡേ ഒക്കെ മഴ പെയ്യുന്നത് ഓർമ്മ ഉണ്ടായിരുന്നില്ല, അത് വെക്കണം എന്നുള്ള കാര്യം തീരെ ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം റെഡിയായി. പിന്നെ ആദ്യത്തെ കുപ്പികൾ ഒരു നമ്മൾ സൂപ്പറിൻ്റെ ഉജാല കലക്കി വെച്ചതായിരുന്നൊരു ബ്ലൂ കളറിൽ കുപ്പിയിലായിരുന്നു കേട്ടോ. അതവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഐറൂസ് വരുമ്പോൾ ആ കുപ്പി കണ്ടെടുത്ത് അങ്ങോട്ട് എറിയാം ഒരു ദിവസം പൊട്ടി വെള്ളമൊക്കെ ഒലിച്ച് പിന്നെ ആ കുപ്പിയൊക്കെ ഒഴിവാക്കിയിട്ട്. അപ്പോൾ നമ്മൾ ഏതായാലും പുതിയ കുപ്പി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ നാശല്യ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മളുണ്ടല്ലോ ഇവിടെ ഈ ഒരു പണി നടക്കുന്നിടത്ത് സമയത്ത് എന്നോട് കുറേ പറഞ്ഞതാട്ടോ, ഈ മുൻഭാഗത്ത് നമുക്ക് ഗേറ്റ് വെക്കാമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനാണ് അത് വേണ്ട, എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ആ ഇരിക്കുന്ന ഭാഗം കൂടി ഉണ്ടാകുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതും കൂടി മൊത്തത്തിൽ ഇങ്ങനെ ഓപ്പണായിട്ട് അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആരെങ്കിലും വരുമ്പോൾ ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് അത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ ഈ മുൻഭാഗത്ത് ഗേറ്റ് വെക്കാൻ ഞാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എനിക്കിവിടെ വെക്കാൻ ഇനി പറയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ മുൻഭാഗം തുടച്ചിട്ട് പിന്നെ ആ ബാക്ക് ഭാഗത്തൂടെയാണ് ഇപ്പം വന്നത്. അപ്പോൾ ഇനി അവിടെയൊക്കെ എന്താ പറയുക വാതിലൊക്കെ അടച്ചു. പിന്നെ കിച്ചണത്തെ ലൈറ്റൊക്കെ ഇട്ട് വന്നതാണ് കേട്ടോ. ഇനി നമുക്ക് കിച്ചണത്തെ പണികളങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഗ്രീൻ പീസ് ആട്ടോ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ പുട്ടുണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. പുട്ടുപൊടിയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ തേങ്ങ അല്ല കേട്ടോ. അപ്പോൾ തേങ്ങ നമ്മളിവിടെ അടുത്ത കടയിലല്ല, ഈ കട നടത്തുന്ന വീട്ടുകാർ അവിടെ തേങ്ങ ഉണ്ടാവും. ഒരു തൊടുവും പറമ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് വിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറുള്ളത്. ആദ്യമൊക്കെ കടയിൽ നിന്ന് നമ്മൾ പുറത്ത് ഇങ്ങനെ
അങ്ങനെ മൂപ്പര് കൊണ്ടുവരാറായിരുന്നു, തൂക്കി വാങ്ങാറായിരുന്നേ. അപ്പോൾ ഇപ്പോൾ പിന്നെ ഇവിടെ തന്നെ വീട്ടിൽ ഞങ്ങൾ 4 വീട് അപ്പുറത്താണ് കേട്ടോ, അവിടെ വിൽക്കാറുണ്ട്. അതുപോലെ വിൽക്കുന്ന ഓൽക്കും കാര്യം നമുക്കും കാര്യമില്ല. അപ്പോൾ ഞാൻ അവിടെ തന്നെയാണ് വാങ്ങാറുള്ളത്. ഇത് മറന്നതാണ് കേട്ടോ ഇന്നലെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ ഇതുപോലെ അങ്ങോട്ട് പറഞ്ഞേക്കാനും ഒക്കെ ഒരു മടിയാണ്. അപ്പോൾ അങ്ങനെ നിന്നതാണ്. അപ്പോൾ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ മേലെ മാറ്റി പിടിച്ച് നമ്മുടെ സീതോഷനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സ്ഥിരം അപ്പാണ്. പിന്നെ ഞാൻ എവിടേക്ക് പോയാലും എല്ലാവരും കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തർ എനിക്ക് ഈ അപ്പം മാത്രമേ ചുടാൻ അറിയുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് അതല്ലല്ലോ ചുടുന്നത്. നമ്മളിപ്പോൾ ഇന്നലെ ദോശ ചുട്ടു, മിഞ്ഞാന്ന് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയൊക്കെ ഉണ്ടാക്കിയില്ല. അതൊന്നും ആരും കാണൂല. നിന്നെങ്ങനെ കളിയാക്കും, എനിക്ക് എപ്പോഴും ഈ കലക്കി പറഞ്ഞ അപ്പം ഉണ്ടാക്കുന്ന പണിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അവരും ഇപ്പം അതൊക്കെ ഉണ്ടാക്കി തുടങ്ങി. എന്നോട് പറയും ഇപ്പോൾ ഈ ഉണ്ടാക്കി ഞങ്ങളും ഇപ്പം അങ്ങനെയൊക്കെ പിന്നെ ഈ സീതോഷയാണ് അധികം ഉണ്ടാക്കാറെന്ന് അതും പറയൂ കേട്ടോ. ഏതായാലും നമുക്ക് ഗ്രീൻ പീസ് അടുപ്പത്ത് വെക്കാം. ഞാൻ ഗ്രീൻ പീസ്ക്ക് എനിക്ക് ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണം ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനതൊരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ തക്കാളി ഇട്ടു, നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്. മസാലപ്പൊടികൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. നമുക്ക് ഉള്ളിയൊക്കെ വാട്ടി തൂമിക്കുമ്പോൾ എന്ത് ചെയ്യാം, ഇത്തിരി ചിക്കൻ മസാലയൊക്കെ ഇട്ട് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ എന്നോട് നമ്മൾ പിന്നെ എന്താ പറയുക, ഈ ഒരു കുക്കിംഗ് വീഡിയോ എന്തെങ്കിലും ഇടുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എന്നാൽ റെസിപ്പി കാര്യങ്ങളൊക്കെ. ഞാൻ എനിക്ക് അങ്ങനെ കുക്ക് ചെയ്യാൻ അറിയുന്ന ഒരാളൊന്നുമില്ല. പക്ഷെ നമ്മളെ ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മാക്സിമം ടേസ്റ്റിലും രസത്തിലൊക്കെ ഉണ്ടാക്കാൻ നോക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മോശം പറയാറൊന്നുമില്ല കേട്ടോ, അത്രേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര ഒരു കുക്ക് ചെയ്യുന്ന ഒരാളൊന്നുമല്ല ഞാൻ. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ റെസിപ്പിയൊക്കെ ചോദിക്കണോണ്ടാണ് ഞാൻ മസാലപ്പൊടി ഇടുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ പറയണത് കേട്ടോ. ഏതായാലും ആ കടല അടുപ്പത്ത് വെച്ച് പിന്നത്തെ എൻ്റെ പരിപാടി ഇത് തന്നെയാണ്. ഇതൊക്കെ ഒന്ന് എടുത്തിച്ച് അങ്ങോട്ട് തന്നെ വെക്കുക എന്നുള്ളത്. ഇത് രാത്രി നമ്മൾ കഴുകിയിട്ട് ഇങ്ങനെ വരിവരിക്ക് വെക്കണതാണ് കേട്ടോ. ആ പാത്രങ്ങൾ കഴുകി പപ്പടപാത്രം വരെ നമ്മൾ കഴുകിയിട്ട് അങ്ങനെ വരിവരിക്ക് വെക്കണതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിച്ച് അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്ത് പിന്നെ ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്തിച്ച് പിന്നെ ആ ഒരു സ്പ്രേ അടിച്ചിട്ട് അവിടെ ഗ്ലാസ്സും ഒക്കെ ഒന്ന് തുടച്ചെടുത്താൽ അതൊരു പ്രത്യേക ഒരു സമാധാനമാണ്. അപ്പോൾ അത് ചെയ്താലും ഒരു സുഖമാണ് മനസ്സിന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചതാ ഈ ഒരു പാത്രവും കഴുകി ഇനി നമുക്ക് പഴയ പോലെ എല്ലാതും അങ്ങനെ ഉണ്ടാക്കാമല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ അത് കുക്കറിലോട്ട് വേണ്ട ഒരു 5 മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ. എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവച്ചു. ഇപ്പോൾ കയ്യിലും പാത്രങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് നോക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ക്ലീനായി കിട്ടും. അപ്പം നമുക്ക് മനസ്സിനും സുഖം, സ്ഥലവും കാണാനൊരു സുഖമാണ് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ഇത് മൂടി വന്നിട്ടുണ്ട്. ഒരു 8:30 കിട്ടുള്ളൂ, 8:35 40 ആകുമ്പോക്കുന്നതാ എത്തും കേട്ടോ. വന്ന പാടെ പിന്നെ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് ഇരിക്കുന്നതൊക്കെ ടൈം ടേബിൾ നോക്കാനുണ്ടാവും. പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതാൻ ബാക്കിയുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അവിടെ ഇരിക്കണുണ്ട്. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ വേഗം അപ്പം ചൂടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ കറി സെറ്റായ പിന്നെ ഈ ഒരു അപ്പം ആകുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. കറി തൂമിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ കൊടുത്താൽ മതി. ഞാൻ അവളോട് പറയല്ലോ 9 മണി വരെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കരുത്, 9 മണിക്ക് എന്നെ തരുള്ളൂ. 8:30 ചുസ്കു മദ്രസ ഇട്ടെന്ന് വിചാരിച്ചിട്ടൊന്നും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആവില്ല കേട്ടോ എന്ന്. അതുകൊണ്ട് അവൾ ചോദിക്കൊന്നുമില്ല. ആദ്യം ഞാൻ മുൻകൂർ ജാമ്യമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ സീദോശ ചുടാനുള്ള പൊടിയും ഉപ്പും ഇട്ടിട്ട് പിന്നെ നമ്മൾ പൊടി കലക്കി എടുക്കുകയാണ് കേട്ടോ. അധികം തേങ്ങയും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. പക്ഷേ തേങ്ങ ഉണ്ടെങ്കിൽ ഞാൻ പുട്ട് ചൂടൂലേ, തേങ്ങ ഇല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ തേങ്ങ ഇടുന്നില്ല. അത് ചൂട് തന്നെയാണ്. പിന്നെ ഇതന്നെ നമുക്ക് പച്ചരി കൊണ്ടും ചൂടാട്ടോ. പച്ചരി രാത്രി വെള്ളത്തിലിട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ച് നമ്മൾ പൊടി കലക്കുന്ന ആ ഒരു ലൂസിൽ തന്നെ കലക്കി എടുത്തിട്ട് ചുട്ടെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ അതിനേക്കാളും എനിക്ക് തോന്നാറുള്ളത് പൊടി കലക്കിയിട്ട് പിന്നെ ചുടുന്ന ദോശയാണ് കൂടുതൽ ടേസ്റ്റ് തോന്നാറ്. അതാണ് എനിക്കൊന്നും കൂടി ഒന്നൊരു സോഫ്റ്റും കാര്യങ്ങളൊക്കെ തോന്നാറ് കേട്ടോ. അതായത് ഞാനത് പൊടി നന്നായിട്ട് കലക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ആ ഒരു അളവിൽ ആ ഒരു ലൂസിൽ തന്നെ കിട്ടണം. അത് ലൂസ് കൂടിയാലും പ്രശ്നമാണ്. ലൂസ് കുറഞ്ഞാൽ കട്ടിയിൽ വരും. എന്നിട്ട് എന്നാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ലൂസ് കൂടിയാലും നമുക്ക് ആ ചട്ടിയിൽ നിന്ന് കിട്ടില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ അതിനുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കും. ഉണ്ടാക്കി പിന്നെ അതിൻ്റെ ഒരു ലൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു അത്രയും അറിയുന്നതാണ് കേട്ടോ. എന്നാലും സെറ്റായി. ഞാൻ അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടാണ് പൊടി കലക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ വേഗം അപ്പം ചൂടാണ് കേട്ടോ. നല്ല ഓയിലാണ് ഞാൻ ചട്ടിയിൽ പുരട്ടാറുള്ളത്. പിന്നെ നല്ലെണ്ണ തേച്ചാലും ടേസ്റ്റാണ് കേട്ടോ, നെയ്യൊക്കെ തേച്ചാലൊക്കെ ടേസ്റ്റാണ്. പക്ഷേ ഞാൻ ഓയിലാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ അപ്പോൾ ഓരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കാം. ഇനി നമ്മൾ ഒരുപാട് കമൻറ്റ് വന്ന ഒരു കാര്യം നമുക്ക് വെയിറ്റ് ലോസിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങിയിട്ട് തിങ്കളാഴ്ച മുതൽ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതായിരുന്നേ. പക്ഷേ എന്താ വെച്ചാൽ
നമുക്ക് അതിൻ്റെ ഇടയിൽ പനിയും തൊണ്ടവേദന ചുമയൊക്കെ വന്നപ്പോൾ ആൻറ്റിബയോട്ടിക്കും മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രിയൊക്കെ മരുന്നുള്ളതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കലും ഒക്കെ നിർബന്ധമായിരുന്നു. അപ്പോൾ ആ സമയത്ത് തൊണ്ടവേദനയ്ക്ക് ഉള്ള നേരത്തെ നമുക്ക് ഒരു ഡയറ്റ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഒരാഴ്ചത്തേക്ക് കൂടെ അങ്ങോട്ട് വീട്ടിൽ വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സൺഡേ മുതൽ തുടങ്ങിയിട്ട് ഞാൻ തിങ്കളാഴ്ച മുതൽ വീഡിയോ ഇടാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം, ഒന്ന് കൈ പൊന്തിക്കണം. അപ്പോൾ വെയിറ്റും ഒക്കെ അത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഞായറാഴ്ച നോക്കിയിട്ട് നമുക്ക് തിങ്കളാഴ്ച മുതൽ തുടങ്ങാം. ഒന്നാമതെന്ന് വെച്ചാൽ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല പണി കിട്ടും. നല്ല വെയിറ്റ് കൂടിയിട്ടൊക്കെ ഡ്രസ്സുകളൊന്നും കൊള്ളുന്നില്ല. ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതായത് നമ്മൾ ഈ ഒരു ക്ലോത്ത് ആയിരുന്നു കേട്ടോ അന്ന് വാങ്ങിയിട്ടുണ്ട്. 2 ക്ലോത്ത് വാങ്ങിയില്ലേന്നോ, ഒന്നാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഷോർട്സിലെ. അപ്പോൾ അതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിട്ടിപ്പോൾ നല്ല കംഫർട്ട് ഉണ്ട്. കാരണം നൈറ്റിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട്. പിന്നെ ലൈനിങ്ങും കാര്യങ്ങളൊന്നും വെക്കണ്ടല്ലോ. നല്ലൊരു തുണിയാണ് കേട്ടോ. കാണുന്നതിനേക്കാൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ഒരു ഭംഗി നമുക്ക് നേരിട്ട് കാണാനും ഇടാനും ഒക്കെ ഉണ്ട്. നല്ലൊരു സുഖമുള്ള ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ 2-3 ക്ലോത്ത് വാങ്ങിക്കാണ്. അതുകൊണ്ട് ഇനി ഇതിൻ്റെ ഒരു ഇട്ടപ്പോൾ കിട്ടുന്ന ഒരു സുഖമാണ്. പിന്നെ ഇപ്പോൾ ഞാൻ 2 ക്ലോത്തും കൂടി വാങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇരിപ്പിൽ ഇന്നലെ കണ്ട് സ്റ്റിച്ച് ചെയ്തതായിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് ഇടാൻ ഡ്രസ്സിൽ അതൊക്കെ ടൈറ്റ് ആവാത്ത കുറച്ചുള്ളൂ. ടൈറ്റ് ആയതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസൊക്കെ ചെയ്ത് കുറച്ചിട്ട് വേണം ആ ഡ്രസ്സൊക്കെ ഇടാനായിട്ട്. അപ്പം അതൊക്കെ ചെയ്യണ്ടേ, നമുക്ക് വേഗം തുടങ്ങണം. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് നടക്കൂല എന്ന് ഉറപ്പാണ്. ഞാൻ തീരെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ രാവിലെയൊക്കെ ഇങ്ങനെ നിന്ന് വൈകുന്നേരം ആയാലും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഒന്നും നോക്കണില്ല. അപ്പം വീഡിയോ എടുത്താൽ ഒന്നില്ലെങ്കിൽ ഞാൻ വെയിറ്റ് കാണിക്കുമ്പം എന്തായാലും എനിക്കൊരു മടി ഉണ്ടാവുമല്ലോ. നമുക്ക് അത് 4 ആൾ അറിയുന്നതല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് തിന്നാതെ വെക്കണം എന്നൊക്കെയുള്ള അങ്ങനെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതാണ് ഞാൻ വീഡിയോ ഇടാമെന്ന് ഉറപ്പിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും തിങ്കളാഴ്ച നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ. പിന്നെ അതാ ഞാൻ ഒക്കെ തൂമിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഏറ്റവും മുകളിൽ നമ്മൾ മല്ലിച്ച പൊതിനൊക്കെ വിതറിയിട്ടുണ്ട് കേട്ടോ. ഉള്ളി വാട്ടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി മാത്രം അരിഞ്ഞിടുകയാണ് കേട്ടോ ചെയ്തത്. എനിക്ക് വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് ഈ പയറും മമ്പയറും ചെറുപയർ കടലയൊക്കെ തൂമിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അധികം ലൂസല്ല, കാരണം ഈ ഒരു അപ്പാകുമ്പോൾ നമുക്ക് കൂടുതൽ കറി വേണ്ട കേട്ടോ, കുത്തി കഴിക്കാൻ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ടിയിൽ കുറുന്നനാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് റെഡിയാക്കിയപ്പോൾ ഇതും യൂണിഫോമൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഞാൻ അയൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂണിഫോമൊക്കെ മാറ്റി നല്ല കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി വേഗം ഞാനൊക്കെ കട്ടൻ ചായയും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ചായ കൂടി കുറച്ച് അധികമാണ്. അവൾ ആദ്യം ഒരു വലിയ കപ്പിലാട്ടോ ചായ വേണ്ടിയെന്ന് അതിലങ്ങോട്ട് കുടിച്ചാൽ ഒരു സമാധാനമാവുള്ളൂ. ഇപ്പോൾ ഞാനത് കൊടുക്കില്ല, ഒരു കപ്പ് മാത്രം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്. അധികം ചായ കുടിക്കണ്ട, എൻ്റെ മാതിരി ആവണോ വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കപ്പ് ചായ ഉണ്ടാക്കിയിട്ട് വേഗം കൊണ്ടു കൊടുത്തിട്ടോ. കപ്പ് കണ്ടിട്ട് വലിയ ഇഷ്ടമായിട്ടില്ല. കണ്ടിട്ട് ഒരു മോതൊക്കെ നോക്കണുണ്ടോ, അതുള്ളൂ ഈ കപ്പിലാണോ ഉണ്ടാക്കി തന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഞാൻ പിന്നെ അവളൊന്ന് നന്നായിട്ടൊന്ന് ഉപദേശിക്കാമെന്ന് വിചാരിച്ച് ഇരുന്നതാണ്. വെറുതെ പറഞ്ഞതാട്ടോ, ഉപദേശിക്കല്ല. സ്കൂളത്തെ കാര്യങ്ങളൊക്കെ പിന്നെ നല്ല ശ്രദ്ധിക്കണ്ടി പഠിക്കണ്ടി എന്നൊക്കെയാണ് പറയണത്. എന്നും ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, നല്ല തന്നെ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചാൽ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പൊക്കെ ഇങ്ങനെ ചുടുന്നുണ്ട്. നമ്മളെ ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം മുടിയൊക്കെ വാർന്നു കൊടുക്കാൻ വേണ്ടി നിന്ന്. രാത്രി കുളിക്കുന്നതുകൊണ്ട് മുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങി നിൽപ്പുന്നുണ്ട്. നമുക്ക് മുടഞ്ഞിട്ട് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ മുടഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ഓക്കൊരു സുഖമായിരിക്കും. കാരണം മഫ്തൊക്കെ ഇടുമ്പോഴേ അങ്ങനെ മുടി ഇങ്ങനെ തട്ടാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് കേട്ടോ. മൂപ്പര് ഇങ്ങനെ ഇതുവരെ പോയിട്ടില്ലേ, കാരണം മൂപ്പര് വരുമ്പോൾ 9:35 ആവും സമയം. അപ്പം ഇവർക്ക് ടൈം എന്നാൽ 9:40 ആകുമ്പോൾ 45 ആകുമ്പോൾക്ക് നോക്കാം അവിടെ സ്കൂളിൽ എത്തണം. ഇവിടെ 10 മിനിറ്റ് യാത്ര ഉണ്ട്. അപ്പോൾ ഇതുവരെ പോയില്ല എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആ വരുന്നത്. അപ്പം ഇപ്പം പിന്നെ കുട്ടിക്ക് ഒരു എന്താണ് പറയുക, കൊഞ്ചലാണ്. ഒക്കെ ഇപ്പച്ചാക്കി തരില്ലോ, ഒപ്പിച്ച് വിടണ്ടല്ലോ എന്നൊക്കെയാണ് ഓളും പറയണത് കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു 10-100 കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കി വരികയാണെങ്കിൽ ഞാൻ എന്തായാലും ആക്കി തരില്ല എന്നൊക്കെയാണ് ഓളൊപ്പിച്ച് പറയണത് കേട്ടോ. അവിടെ ഇരുന്ന് ഫോണ് കണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഓൾക്ക് അതൊന്നുമില്ല, ഓളാക്കി തരുന്ന ഓൾക്ക് ഉറപ്പാണ് കേട്ടോ. എന്തായാലും ഞാൻ വേഗം മുടിയൊക്കെ മുടഞ്ഞിട്ട് കൊടുത്തു. പിന്നെ ആ മുക്കനെയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഈ വൈറ്റും ഇടുമ്പോൾ എനിക്ക് എന്തിനാണ് ഇവർ ഈ വൈറ്റും ആക്കിയതെന്ന് എപ്പോഴും തോന്നാറുണ്ട്. കാരണം ഇത് ഇങ്ങോട്ട് വെളുപ്പിച്ച് ഇപ്പോൾ ആ തുണീൻ്റെ ഒരു വെളുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഫസ്റ്റല്ലേ ആദ്യമായിട്ട് ഇങ്ങനെ ഇടുമ്പോൾ ഒരു 1-2 മാസം കണ്ട് കഴിഞ്ഞാൽ ഇത് വെളുപ്പിക്കുന്ന കാര്യമുണ്ട്. പഠിച്ച തമ്പുരാനെ ഞാൻ മോളൂൻ്റെ നീനുവിൻ്റെ ഒക്കെ ഇപ്പം കഴിഞ്ഞ് ഇപ്പോൾ ഇവളതും കൂടി അങ്ങോട്ട് തിരുമ്പി വെളുപ്പിച്ചെന്ന് ആലോചിക്കുമ്പോഴാണ്. അന്ന് കല്ലുമ്മലൊക്കെ തിരുമ്പണോട് കുറച്ചുകൂടിയൊക്കെ നിറണ്ടായിരുന്നു. ഇപ്പോൾ വാഷിംഗ് മെഷീനും മടിമടിച്ചുകളാണല്ലോ ഇപ്പം നമ്മൾ. അതുകൊണ്ട് നിറം വെക്കാനൊക്കെ ഭയങ്കര പറഞ്ഞത്. ഇപ്പം ക്ലോറക്സ് കുറ്റിച്ചുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞൊല്ലൊക്കെ നിറം വെപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അവളൊക്കെ റെഡിയാക്കിയതാ. ബാഗും വെള്ളക്കുപ്പിയൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ബാഗൊക്കെ എടുത്ത് ഞാൻ മുൻഭാഗത്ത് എത്തിയിട്ട് അപ്പോഴൊക്കെ ഓള് പറയണത് ഇപ്പിച്ച് കൊണ്ടാക്കി തരൂലേ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചു നോക്കും, ഞാൻ പറയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ അവസാനം
അവസാനം ആരാ ജയിച്ചത്? ഓളെന്നെ ജയിച്ചു. ഓളപ്പച്ചി അവിടെ നിന്നുണ്ടോ പോവാതെ ഇങ്ങനെ അവിടെ തട്ടിമുട്ടി നിൽക്കുകയാണ് കേട്ടോ. പച്ചയെ വിളിച്ചിട്ട് അങ്ങനെ അവളെ കൊണ്ടാക്കാൻ പോയി. മൂപ്പരെന്നെ കൊണ്ടാക്കി കൊടുക്കാൻ പോയിട്ടുണ്ട്. പിന്നെ അവന് വരുമ്പോൾക്ക് തന്നെ ഫുഡൊക്കെ ഇങ്ങോട്ട് മേശപ്പുറത്ത് എടുത്തേക്കട്ടെ എന്ന് കരുതി. അല്ലെങ്കിൽ വിശന്നാട്ടെ വരിക. കാരണം അത്രയും എന്താ പറയുക കുറേ റൂട്ടിനൊക്കെ ഇങ്ങനെ ഈ ചെറിയ പോക്കറ്റ് റോഡ് കൂടിയൊക്കെ കയറി ബസ് പോവുക. ഓട്ടി അങ്ങനെ വരികയല്ലേ. അപ്പം നല്ല ദാഹവും വിശപ്പൊക്കെ ഉണ്ടാവും. രാവിലെ എത്ര ഞാൻ ബിസ്ക്കറ്റോ ബ്രെഡോ എന്തെങ്കിലും കഴിച്ചോളൂ എന്ന് പറഞ്ഞാലൊന്നും കേൾക്കില്ല. അപ്പം അപ്പോൾ വേഗം എടുത്ത് വെച്ചതാണ് കേട്ടോ. എന്തായാലും മുപ്പര് ചായ കുടിക്കണുണ്ട്. ആ സമയത്ത് ഞാനും എനിക്കൊരു കപ്പ് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കാനും തുടങ്ങിയിട്ടുണ്ട്. സ്കൂളിലെ കാര്യങ്ങളും വണ്ടീൻ്റെ ഓരോ കാര്യങ്ങളൊക്കെയാണ് വിശദമായിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഞാൻ ചിലപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് ഫോൺ എന്തെങ്കിലും കാണാമെന്നൊക്കെ വിചാരിച്ച് ഫോണായിട്ട് ഇരിക്കണം. പക്ഷേ മുപ്പര് എന്തൊക്കെയോ പറയുന്നത്. അപ്പോൾ ഞാനത് കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നീനുട്ടിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കാരണം ഒക്കെ ഓള് ഇന്ന് രാവിലെ ആയിരുന്നല്ലോ ഡ്യൂട്ടി. അപ്പോൾ ഓൾ എപ്പോഴാണ് പോയത് കാരണം ചോദിച്ച്. പിന്നെ കുറേ കഴിഞ്ഞ് നമ്മൾ രാഷ്ട്രീയത്തിലേക്കൊക്കെ കിടക്കും. അങ്ങനെ നീണ്ടു പോവുക ഒരു ചർച്ച. അത് കഴിഞ്ഞ് വേഗം പാത്രം കഴുകാനും കാര്യങ്ങളൊക്കെ നിന്ന് കുറച്ച് നമ്മൾ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ മോറിയിട്ടുണ്ടായിരുന്നു. ബാക്കി അപ്പം തന്നെ കുറച്ച് ഇതൊക്കെ ഉള്ളൂ. കുക്കർ ഇതിനകത്ത് കറിയൊക്കെ ഒഴിച്ച് വെച്ചിട്ട് കുക്കർ മൂറി വെക്കാണ്ട് അന്നിപ്പോൾ ബീഫ് എന്തെങ്കിലും ബീഫ് വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. ഇതിപ്പോൾ ബുധനാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ബുധനാഴ്ച ബീഫ് വാങ്ങിയാൽ നമുക്ക് വ്യാഴാഴ്ച വേറെ എന്തെങ്കിലും എടുത്താൽ വെള്ളിയാഴ്ച നമുക്ക് ബീഫ് വീണ്ടും എടുക്കാം. കാരണം നമ്മൾ ഒരു കിലോന് നമ്മൾ 500 രൂപക്ക് കൊണ്ട് കൊണ്ടുവരികയാണ് ചെയ്യാറുള്ളത്. അതിനെ പകുതി ആക്കും. അപ്പോൾ പിന്നെ നമുക്ക് 2 ദിവസത്തിനാവുമല്ലോ. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തേക്ക് കൊടുക്കാം, നമുക്ക് വെള്ളിയാഴ്ചത്തേക്ക് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ബീഫ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഞാൻ പാത്രമൊക്കെ കഴിച്ച് അവിടെയൊക്കെ വലിയതായിട്ട് ക്ലീൻ ചെയ്യുന്നില്ല. നമുക്ക് ഇനി ഇവിടെ തന്നെയല്ലേ പണി. ഇനി ഉച്ചക്കത്തേക്കുള്ള പണികളൊക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞാൻ വലിയ രീതിയിലൊന്നും ക്ലീൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അലക്കലും കലാപരിപാടികളൊക്കെ തിരിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാ വീട്ടിലും എന്താ തന്നെ രാവിലത്തെ ഒരു കലപില ഇതന്നെ ആയിരിക്കും എന്നറിയാം. എന്നാലും നമ്മുടെ ഒരു റൊട്ടീന് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അലക്കിയതൊക്കെ എടുത്തുകൊണ്ട് ഇത് രാത്രി അലക്കിയതാണ്. രാവിലെ അലക്കുന്നത് അവിടെ കറങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് ഒക്കെ ഉണങ്ങിയതൊക്കെ നമ്മൾ ഈ അരുവത്ത് അതിലേക്ക് കുറച്ചൊരു ഉണക്കം വന്നതൊക്കെ ഈ അരുവത്ത് അയലുമ്പൊക്കെ ഇട്ടു. പിന്നെ ഇനി ഉണങ്ങാനുള്ള വിരിച്ചിടാനുള്ളത് ഇതാ വക്കത്ത് അയലുമ്പൊക്കെയാണ് ഇട്ടിടുന്നത്. അപ്പോൾ അത് അവിടെ കിടന്ന് കണ്ട് പെട്ടെന്ന് ഉണങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇനി ഇത് ഈ സൈഡിലുള്ളത് ഇനിയിപ്പോൾ ഒരു കുറച്ച് നേരം കഴിഞ്ഞാൽ തന്നെ നമുക്ക് എടുത്ത് മുകളിൽ വിരിച്ചിടുക. അപ്പോൾ വേഗം ഉണങ്ങും. മണമൊന്നുമില്ലാതെ നമുക്ക് കിട്ടും. ആ ഒരു മണമില്ലാതെ കഴിച്ചിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഓരോ കലാപരിപാടികൾ നോക്കുന്നത് കേട്ടോ. അതിനെ കൂട്ടിയിട്ട് ഭയങ്കര ഒരു മണം വരാനുണ്ടല്ലോ. പിന്നെ നമ്മൾ സ്പ്രേ അടിച്ചാലും ആ മണം അങ്ങോട്ട് പോവില്ല. പിന്നെ നമ്മൾ വേഗത തോരട്ടലൊക്കെ കഴിഞ്ഞ് അടിച്ച് വാരാനും തുടക്കാനൊക്കെ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ മുൻഭാഗം ആദ്യം തന്നെ ക്ലീൻ ചെയ്തതുകൊണ്ട് നമുക്ക് പിന്നെ ബാക്കിയുള്ള റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇത് കിച്ചണിലും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. കിച്ചണിൽ പിന്നെ ഉച്ചക്കത്തെ പരിപാടി പാത്രം കഴുകൽ കഴിഞ്ഞിട്ടാണ് ക്ലീൻ ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇരുന്നപ്പോഴേക്കും മുപ്പര് ബീഫ് കൊണ്ടുവന്നു കിട്ടുക. ബീഫ് ആയതുകൊണ്ട് ഇനി കുറച്ച് കഴിയട്ടെ എന്ന് പറയാൻ വയ്യ. കാരണം ബീഫിന് കുറച്ച് ടൈം എടുക്കുമല്ലോ വേവാൻ. അപ്പോൾ അതുകൊണ്ട് വേഗം നന്നാക്കി അടുപ്പത്തിടുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. ഞാൻ വേഗം കിച്ചണിൽ നിന്നൊക്കെ ഒന്ന് ബീഫ് കഴുകി നന്നാക്കി വെക്കണം. നല്ല ബീഫായിരുന്നു. ഇളയ ഇറച്ചിയാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇളയ ഇറച്ചിയായിരുന്നു. അപ്പോൾ അത് കഴുകിയിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒന്നുമില്ല. അതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം. പിന്നെ ഇതിലേക്കാണെങ്കിൽ ഞാൻ പേസ്റ്റ് ആക്കിയിട്ടല്ല കേട്ടോ, അങ്ങനെ അരിഞ്ഞിടാറാണ് ഉള്ളത്. അതുകൊണ്ട് ഏതായാലും കഴുകി ഊറ്റി വെക്കട്ടെ. വെള്ളം മാറുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബീഫ് കണ്ടപ്പോൾ എന്തായാലും ഗീ റൈസും ഉണ്ടാക്കുക. കുറേ ദിവസമായി ഗീ റൈസ് ഉണ്ടാക്കിയിട്ട്. ഇതും ഇങ്ങനെ പറയും ഉമ്മച്ചി നീന് വരുമ്പോഴല്ലേ ഗീ റൈസ് ഉണ്ടാക്കുള്ളൂ, അങ്ങനെ എനിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഗീ റൈസും ഉണ്ടാക്കാം. അപ്പോൾ കഴുകി വെച്ച് കൈയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ഒന്ന് തൊലിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. പച്ചമുളകാണ് ഞാൻ കൂടുതൽ ഇടുക. പിന്നെ മുളക് പൊടി ഇച്ചിരി ഇടുള്ളൂ കേട്ടോ ബീഫ് വെക്കുമ്പോൾ. അപ്പോൾ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയാണ് തൊലിക്കണത്. അപ്പോൾ നല്ല പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഞാൻ കേട്ടുകൊണ്ടാണ് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ തോല് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് അങ്ങനെ എന്നാണ്ട് കട്ട് ചെയ്തിടുകയാണ്. പിന്നെ നമുക്ക് കറി സെറ്റാക്കാം. അതിൽ നിന്ന് പകുതി എടുത്ത് വെക്കണം. നമുക്ക് വെള്ളിയാഴ്ചത്തേക്ക് പകുതി എടുത്ത് വെക്കണം. എടുത്ത് വെച്ചതിന് ശേഷം ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് നമുക്ക് കറിയാക്കാം. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാന്. അപ്പോൾ അതാ ഉള്ളിയൊക്കെ അരിഞ്ഞ്
ബീഫ് ആദ്യം കുക്കർക്ക് ഇട്ടു, പിന്നെ പച്ചമുളകാണ് കീറിയിടുന്നത്. ബാക്കിയുള്ള ഇഞ്ചി മാത്രമേ ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടുന്നുള്ളൂ. ചെറിയ ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് പകുതിയാക്കി ഇങ്ങനെ ഇടുന്നു, ഒറ്റ പകുതി പകുതിയാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇറച്ചി വേകുമ്പോൾ തന്നെ അതൊക്കെ നന്നായിട്ട് വേകുമല്ലോ. വെളുത്തുള്ളിയൊക്കെ പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു, തൊലി കളഞ്ഞത് അതുപോലെ ഇട്ട് കൊടുത്തു. ഇഞ്ചി ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞെരണ്ടിയിട്ട് ഇഞ്ചിയാണത് ഞെരണ്ടി കൊടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ മസാലപ്പൊടികളൊക്കെ ഞാനതാ പെട്ടെന്ന് ഇവിടെ വീഡിയോ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ. മല്ലിപ്പൊടി കുറച്ചിട്ടു, മുളക് പൊടി കുറച്ചിട്ടു, പിന്നെ ഇത് മഞ്ഞൾപ്പൊടിയാണ്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ ഇത് കുരുമുളക് പൊടി കേട്ടോ, കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ മറ്റേ എന്താ നമ്മുടെ ആ മഞ്ഞ മൂട്ടിയുള്ള പാത്രമില്ല, അതിലാണ് നമ്മുടെ ഗരം മസാല, ചിക്കൻ മസാല, ഫിഷ് മസാല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ഇങ്ങനെ പാക്കാക്കി വെക്കാറാണ് കേട്ടോ. ഞാൻ കുപ്പിയിലാക്കി വെച്ചാൽ എനിക്ക് ഒറ്റൊന്നും മനസ്സിലാവില്ല പൊടി, അപ്പോൾ അത് എപ്പോഴും മാറും. അതുകൊണ്ട് ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പാക്ക് കളയാറില്ല. പാക്ക് ഇതുപോലെ പാത്രത്തിൽ ഇങ്ങനെ കാണുന്ന രീതിയിൽ വെക്കലാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ബീഫ് മസാല ഇട്ടു, ഗരം മസാല ഇട്ടിട്ട് കുഴച്ചടുപ്പത്ത് വെച്ച്, അപ്പോൾ അത് ആ പരിപാടി കഴിഞ്ഞ് പിന്നെ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ, അത് ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് നെയ്ച്ചോറ് വെക്കാം. നെയ്ച്ചോറ് വെക്കാൻ ഞാൻ പിന്നെ 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ 6 ഗ്ലാസ് വെള്ളമാണ് ഇയാളൊന്നും എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കറണ്ട് അടുപ്പിൻ്റെ അതുമേൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചോറിനുള്ള അത് അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ എനിക്ക് ഈ ഒരു പണി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഒരടുപ്പത്ത് ബീഫും വേവുന്നുണ്ട്, ഒരടുപ്പത്ത് നെയ്ച്ചോറും ആവുന്നുണ്ട്. ഇപ്പോൾ പണികളൊക്കെ തീർന്നപ്പോൾ തന്നെ 12 മണി ആയിട്ടുള്ളൂ, 12-12:15 ആയിട്ടുള്ളൂ. ഇനി ഓള് വരണമെങ്കിൽ 1:15 അതുവരെ ഞാൻ പിന്നെ ഇങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഷടപടി പണികൾ അടിച്ചു വാരലും തുടുക്കലും ബാത്റൂമിലൊക്കെ ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ പോയി കിടന്നു. പിന്നെ ഞാൻ ഓള് വന്നതോ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാനോ ഒന്നും നിന്നില്ല കേട്ടോ. നെയ്ച്ചോറിനുള്ള അരിയാണ് ഇടുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ബൈ ബൈ.